അയ്യൂബുൽ അൻസ്വാരി റളിയല്ലാഹു അൻഹു അന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് അവിടുത്തെ കപടവിശ്വാസികൾ പറയാൻ പാടില്ലാത്ത ഒരു അപരാധം നുണ പറഞ്ഞു പരത്തിയപ്പോ സുബ്ഹാനക ഹാദാ ബുഹ്താനുൻ അദീം, പടച്ചവനെ ഇത് വലിയ നുണയാണല്ലോ എന്ന് അബൂ അയ്യൂബുൽ അൻസ്വാരി എന്ന സ്വഹാബി, അവരെ വീട്ടിലാണ് ഹിജറ കഴിഞ്ഞ് നബി ഞങ്ങൾ വന്ന ആദ്യ ദിവസം റസൂലുള്ളാഹി തങ്ങൾ താമസിക്കുന്നത്. ആ മഹാനായ സ്വഹാബിയുടെ വായിൽ നിന്ന് വന്ന വാക്കാണ് സുബ്ഹാനക ഹാദാ ബുഹ്താനുൻ അദീം. സൂറത്തുൻ നൂർ എടുത്തു നോക്കിയാൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നിരപരാധിയാണ് എന്ന് പറയുന്ന മഹദി റളിയല്ലാഹു അൻഹയുടെ മഹത്വം പറയുന്ന ആയത്തിൽ സുബ്ഹാനക ഹാദാ ബുഹ്താനുൻ അദീം എന്ന് അല്ലാഹു ഉപയോഗിച്ചിരിക്കുന്ന സ്വഹാബിമാർ, അവരുടെ വചനങ്ങൾ, ചില വാക്കുകൾ അല്ലാഹു അവൻ്റെ വിശുദ്ധമായ വചനങ്ങളിലെ ആയത്തുകളായി ഇറക്കുകയാണ്. ഈമാനിൻ്റെ പ്രതീകങ്ങളല്ലേ അവർ. നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ, നമ്മുടെ യൂട്യൂബ്, നമ്മുടെ ഫേസ്ബുക്കുകൾ, നമ്മുടെ ഇൻസ്റ്റഗ്രാം, ഇതിലൊക്കെ ഓരോ യുക്തിവാദിയുടെയും കാര്യങ്ങൾ മനസ്സിലാക്കാതെ, ഈമാനിൻ്റെ അടിസ്ഥാന വിഷയങ്ങൾ പോലും കൃത്യമായി അറിയാതെ എന്തൊക്കെയോ വാക്കുകൾ വെച്ച് വ്യാഖ്യാനിച്ച് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ദുർവ്യാഖ്യാനം ചെയ്യുമ്പോൾ നമ്മുടെ ഈമാൻ നഷ്ടപ്പെടാനിടയുണ്ട്, ഈമാൻ ഇളകാനിടയുണ്ട്. അതുകൊണ്ട് അത്തരം ആളുകളുടേത് വീക്ഷിക്കുന്നവർ ശരിയായും അതിൻ്റെ മറുവശം എന്താണ് എന്നറിയുന്നവരായിരിക്കട്ടെ. ഇല്ലേ, സൗകര്യപൂർവ്വം മാറ്റിവെക്കുക, വിവരമുള്ളവരോട് ചോദിച്ചു പഠിക്കുക. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബിമാർ എത്രയോ വലിയ ഈമാനുള്ളവരാണ്. എന്തുകൊണ്ടെന്നറിയോ? പുണ്യ നബി തങ്ങളുടെ വഹീന്റെ സാക്ഷികളാണവർ. വഹീ വരുന്നത് കണ്ണിൽ നേരിട്ട് കണ്ടവരാണവർ. വഹീന്റെ നേർസാക്ഷ്യമാണവർ. വഹീ ഇറങ്ങുന്നത് അറിഞ്ഞിട്ടുണ്ട്. പുണ്യ നബിക്ക് വഹീ വരുന്ന രംഗം ഒരു സ്വഹാബിക്ക് കാണണമെന്ന് വലിയ ആഗ്രഹമുണ്ടായി. അങ്ങനെ ഉമർ തങ്ങളോട് പറഞ്ഞു, ഉമറേ, അല്ലാഹുവിൻ്റെ റസൂലിന് വഹീ ഇറങ്ങുമ്പോൾ ആ വഹീ വരുന്ന രംഗം എങ്ങനെയാണ് എന്ന് എനിക്കൊന്ന് കാണാൻ ആഗ്രഹമുണ്ട് ഉമറേ, എനിക്കൊന്ന് കാണിച്ചു തരണേ. ഉമർ തങ്ങളോട് ചോദിച്ചു. അങ്ങനെ ഒരു ദിവസം ഹബീബായ റസൂലുള്ളാഹി തങ്ങൾക്ക് വഹീ വരുമ്പോൾ ആ വഹീന്റെ രംഗം ഉമർ തങ്ങളോട് പറഞ്ഞ സ്വഹാബി, ആ സ്വഹാബിയോട് ഉമർ തങ്ങൾ വരാൻ പറഞ്ഞു. ഇതാ റസൂലുള്ളാഹി തങ്ങൾക്ക് വഹീ വരുന്നുണ്ട്, കാണണ്ടേ എന്ന് ചോദിച്ചു. കാണണമെന്ന കൗതുകം പറഞ്ഞു. അങ്ങനെ ആ സ്വഹാബിയെ ഉമർ റളിയല്ലാഹു അൻഹു കൊണ്ടുവന്നു. തആൽ, എന്നിട്ട് വരിൻ. വകശഫൽ ഗിതാ ബിന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഹു ഗതീതുൻ ഗതീതുൽ ബക്കർ. ഗതീത്ത് എന്ന് പറഞ്ഞാൽ ശരിക്കും കൂർക്കം വലിക്കുക എന്നാണ്. ഉറക്കത്തിൽ കൂർക്കം വലിക്കൂലേ? ഒട്ടകം അങ്ങനെ ശബ്ദിക്കുന്ന പോലെയുള്ള ഒരു ശബ്ദം ഹബീബിന്റെ നെഞ്ചത്ത് നിന്ന് വരുന്നത് ആ സ്വഹാബി കേട്ടു. فإذا بالنبي صلى الله عليه وسلم له غطيت كغطيت البكر. ബക്കർ എന്ന് പറഞ്ഞാൽ ഇബില്, ഒട്ടകം. ഒട്ടകത്തിന്റെ ശബ്ദം പോലോത്തത്, ഒരു കൂർക്കം വലിച്ചുറങ്ങുന്ന ഒരാളുടെ കൂർക്കം വലിയോട് സമാനമായൊരു ശബ്ദം. പുണ്യനബി തങ്ങൾ കണ്ണടച്ച് കിടക്കുന്ന നേരം വഹീ വരുന്നുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാം ഖുർആൻ ഇറക്കിക്കൊണ്ടിരിക്കുന്ന നേരമാണത്. തഅലൂഹു റഹദാ യഹ്മറു വജ്ഹുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി തങ്ങൾക്ക് നെഞ്ചകം വീർക്കുന്ന പോലെ, ഹബീബായ നബി തങ്ങൾക്ക് ഭാരമുണ്ട്, അവിടുത്തെ മുഖം ഇങ്ങനെ ചുമക്കുന്നുണ്ട്. തണുത്ത് വിറക്കുന്ന തണുപ്പാണെങ്കിൽ പോലും വഹീ വന്നാൽ നബിതങ്ങൾ വിറക്കുമായിരുന്നു. നബിതങ്ങൾ വിയർക്കുമായിരുന്നു. സ്വല്ലല്ലാഹു അറാഹു സിഫത്തൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻദ നുസൂലിൽ വഹീ. വഹീ ഇങ്ങനെ ഇറങ്ങുന്ന നേരത്തെ രംഗം ഉമർ റളിയല്ലാഹു അൻഹു ആ സ്വഹാബിക്ക് കാണിച്ചു കൊടുക്കുകയാണ്. പുണ്യനബി ഏതെങ്കിലും ഒരാളുടെ മടിയിലേക്ക് കാല് വെച്ച് കിടക്കുന്ന സമയത്താണ് ജിബ്രീൽ തങ്ങൾ വരുന്നതെങ്കിൽ തങ്ങളുടെ കാല് ആരുടെ മടിയിലാണോ വെച്ചത് അയാളുടെ എല്ല് കഅന്ന അദുമഹു യറുദ്,
ആ എല്ല് പൊട്ടുന്ന പോലെ നബി തങ്ങളുടെ കാലിന് ഭാരമുണ്ടാകുമായിരുന്നുവത്രേ. ഒട്ടകപ്പുറത്ത് നബി തങ്ങൾ യാത്ര ചെയ്യുമ്പോഴാണ് വഹയുമായി ജിബ്രീൽ തങ്ങൾ വരുന്നതെങ്കിൽ ആ ഒട്ടകം അവിടെ നിൽക്കും. ആ ഒട്ടകപ്പുറത്ത് നിൽക്കുന്ന അവസ്ഥയിൽ വഹയങ്ങ് വന്നു തുടങ്ങിയാൽ വഹയിന്റെ ഭാരം കൊണ്ട് ഒട്ടകം മുട്ടുകുത്തി പോകുമായിരുന്നു. അങ്ങനെയാണ് വഹയ് ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീലാ, നബിയേ ഭാരമുള്ള ഒരു സംഗതിയാണ് അങ്ങേക്ക് നാം ഇറക്കിത്തരുന്നത്. ഖുർആൻ ഭാരമാണ്, വഹി ഭാരമാണ്. അങ്ങനെ ആ ഭാരം അങ്ങ് നീങ്ങിയാൽ ഹബീബായ നബി തങ്ങൾ ആ വന്ന ഖുർആൻ മധുരമായി ഓതിക്കൊടുക്കും സ്വഹാബികൾക്ക്. അങ്ങനെയാണ് ഖുർആൻ 23 വർഷം ഇങ്ങനെ ഭാരമേറിയ ഖുർആൻ നമുക്ക് വേണ്ടി ആ ഭാരവും ആ ബുദ്ധിമുട്ടുമെല്ലാം സഹിച്ചുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ പരിപൂർണമായി നമ്മുടെ കൈകളിലേക്ക് എത്തിക്കുന്നത്. ഹബീബായ നബി തങ്ങളുടെ സ്വഹാബിമാർ അവർക്കല്ലയോ ഈമാൻ ഏറ്റവും കൂടുതൽ. കാരണം തങ്ങൾ വരുന്നതിൻ്റെ മുമ്പ് തങ്ങളുടെ വരവുണ്ട് എന്ന് പറഞ്ഞ് ജിന്നുകൾ വിളിച്ചു പറഞ്ഞ കവിതകളുണ്ട്. അറബ് ലോകത്തത് വളരെ വ്യാപകമാണ്, എല്ലാവർക്കും അറിയാം. മഹാനായ സവാദ് ഇബ്നു ഖാരിബ് റളിയല്ലാഹു അൻഹുവാണ് ആ ജിന്നുകളുടെ ആ ഹുസാഫിൻ്റെ കഥ പറയുന്നത്. നമ്മളിവിടെ അതിന് മുമ്പ് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞാൻ വിട്ടുകളയാണ്. ജിന്നുകൾ അഷ്റഫുൽ ഖൽഖ് ഞങ്ങൾ മക്കയിൽ ജനിക്കാൻ പോകുന്നുവെന്ന് തങ്ങളുടെ ജനനത്തിൻ്റെ മുമ്പ് ആ ജിന്നുകൾ യമനിൽ വെച്ച് വിളിച്ചു പറഞ്ഞൊരു ഹുസാഫിൻ്റെ ചരിത്രമുണ്ട്. ഹദീസിൽ വന്ന വിഷയമാണത്. സവാദ് ഇബ്നു ഖാരിബ് റളിയല്ലാഹു അൻഹുവാണ് അത് ഉദ്ധരിക്കുന്നത്. ആ സംഭവം അറിഞ്ഞവരാണ് സ്വഹാബിമാർ. അഹ്ലു കിതാബ്, വേദം നൽകപ്പെട്ട ജൂതന്മാരും അന്നത്തെ ക്രിസ്ത്യാനികളും ഹബീബായ നബി തങ്ങളുടെ വരവിനെ പ്രതീക്ഷിച്ചുകൊണ്ട് മദീനത്തേക്ക് താമസം മാറിയവരാണ്. ഷാമിൽ നിന്ന്, ഫലസ്തീനിൽ നിന്ന്. അത് സ്വഹാബിമാർക്കറിയാം. ഹബീബായ നബി തങ്ങൾക്ക് വേണ്ടി ഒരു ദീബ്, ഒരു ചെന്നായ സംസാരിച്ചത് വിശുദ്ധ ഹദീസിലുണ്ട്. ഒരു ആട്ടിടയനോട്, ആട്ടിടയൻ്റെ ആടിനെ ഒരു ചെന്നായ പിടിക്കാൻ വന്ന നേരം എൻ്റെ ആടിനെ നീ തിന്നുകയോ എന്ന് പറഞ്ഞ് ആടിനെ പിടിച്ച് വലിച്ച് രക്ഷിച്ചപ്പോ ചെന്നായ പറഞ്ഞത്രേ, തഹൂലു ബൈനി വ ബൈന റിസ്ഖി, എൻ്റെയും എൻ്റെ റിസ്ഖിൻ്റെയും ഇടയിൽ നീ എനിക്ക് തടസ്സം നിൽക്കുകയാണോ? അപ്പോൾ ഇയാൾ അത്ഭുതപ്പെട്ടു. ഒരു ചെന്നായുടെ വർത്തമാനം അത്ഭുതപ്പെട്ട് ചോദിച്ചു, ചെന്നായ സംസാരിക്കേ? ആ ചെന്നായ സംസാരിച്ചു, എൻ്റെ സംസാരമാണോ നിനക്കത്ഭുതം? മദീനയിലേക്ക് ചെല്ല്, ഭാവിയും വരാൻ പോകുന്ന കാര്യങ്ങളും കഴിഞ്ഞ കാലങ്ങളും ഈമാനും ഹിക്മത്തും ഉമ്മത്തിനെ പഠിപ്പിക്കുന്ന പ്രവാചകൻ മദീനയിൽ വന്നിട്ടുണ്ട്. ആ മദീനയിലിരിക്കുന്ന പ്രവാചകനല്ലയോ ഞാനീ പറഞ്ഞ വാക്കിനേക്കാളും അത്ഭുതം? മദീനത്തേക്ക് പോ എന്ന് പറഞ്ഞ് ആ മനുഷ്യനെ, ആട്ടിടയനെ, ആടുകളെ ഉപേക്ഷിച്ച് അയാൾ മദീനത്തേക്ക് ഓടി ഹബീബിൻ്റെ സ്വഹാബിയായി മാറിയത് ഒരു ചെന്നായുടെ സംസാരം കേട്ടുകൊണ്ടാണെന്ന് ഹദീസിലുണ്ട്, സ്വഹീഹായ ഹദീസ്. സ്വഹാബിമാർ അതിന് സാക്ഷിയാണ്. ഹബീബായ തങ്ങളുടെ ചുമല്, വലത്തെ ചുമലിൻ്റെ ബാക്കിൽ പ്രവാചകത്വത്തിൻ്റെ സീലുണ്ടായിരുന്നു, ഖാതമുൻ നുബുവ. അതൊരു ചെമന്ന നിറമുള്ള ഒരു ഇറച്ചി കഷ്ണമായിരുന്നു. അത് സ്വഹാബിമാർ കണ്ണുകൊണ്ട് കണ്ടവരല്ലയോ? അവർക്ക് ഈമാൻ വർദ്ധിക്കില്ലേ നമ്മളെക്കാളും? എത്രയോ വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് അവിടുന്ന് പ്രവചനം ചെയ്തില്ലയോ? ആ പ്രവചനങ്ങളെല്ലാം പുലർന്നതായി. ഗൈബുകളെക്കുറിച്ച് പറഞ്ഞ വിഷയങ്ങളെ അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടെ അതെല്ലാം പുലർന്നത് കണ്ണുകൊണ്ട് കണ്ടവരല്ലയോ അവര്? പുണ്യനബി ദുആ ഇരക്കുമ്പോൾ ദുആക്ക് ഉത്തരം കിട്ടുന്നത് കണ്ണുകൊണ്ട് കണ്ടവരല്ലേ സ്വഹാബിമാർ? യാ റസൂലല്ലാഹ്, നബിയേ മഴ വേണം, മഴ വേണം. നബിയേ ഞങ്ങളുടെ കന്നുകാലികൾ ചത്തുപോകുന്നു. നബിയേ ഞങ്ങളുടെ പിഞ്ചു മക്കൾക്ക്, ഉമ്മമാർക്ക് പാല് കൊടുക്കാൻ പറ്റുന്നില്ല. നബിയേ വെള്ളമില്ല, വെള്ളമില്ല. കന്നുകാലികൾക്ക് വെള്ളമില്ല, മനുഷ്യന് കുടിക്കാൻ വെള്ളമില്ല. നബിയേ ഞങ്ങൾക്ക് മഴ വേണം എന്ന് മദീന പള്ളിയിൽ ഖുതുബയോതുന്ന ഹബീബിനോട് ജുമുഅന്റെ ഇടയിൽ വന്ന് പറഞ്ഞ ആ അറാബിയുടെ ആവശ്യത്തിനനുസരിച്ച് അല്ലാഹുമ്മ അഗ്സിനാ, ഞങ്ങൾക്ക് മഴ വേണം റബ്ബേ എന്ന് പുണ്യനബി മദീന പള്ളിയുടെ മിമ്പറിൽ വെച്ച് കൈയുയർത്തിയപ്പോൾ ആ നിമിഷം മഴ പെയ്തതിന് മദീന പള്ളിയിലെ ജുമുഅക്ക് കൂടിയ ആയിരക്കണക്കിന് സ്വഹാബിമാർ സാക്ഷികളാണ്. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസ് മഹാനായ അനസ് ഇബ്നു മാലിക് തങ്ങൾ പറയട്ടെ, വമാ ഫിസ് സഹാബി മിൻ വമാ ഫിസ് സമായി
ഖുസ്അത്തും മിനസ് സഹാബ്, ഒരു മേഘത്തിൻ്റെ പടലം പോലും, മേഘത്തിൻ്റെ ഒരു ചെറിയ നാര് പോലും ആകാശത്തില്ലാത്ത നേരത്ത് എവിടെ നിന്നോ മേഘങ്ങൾ ഓടിക്കൂടി വന്ന് മഴ പെയ്തു എന്ന് മാത്രമല്ല, ഞങ്ങൾ ചെളിയിലാണെന്ന് സുജൂദ് ചെയ്തത്. ആരുടെ ദുആഇന്റെ ഉത്തരം? ലോകത്തിൻ്റെ ഗുരു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ മുഅ്ജിസത്ത് കണ്ണുകൊണ്ട് കണ്ടവരാണ് സ്വഹാബിമാർ. പിറ്റേ ആഴ്ച ഈ മനുഷ്യൻ തന്നെ ഓടി വന്നു, നബിയേ നബിയേ ഹലക്ന, മഴ കൊണ്ട് ഞങ്ങൾ നശിച്ചു നബിയേ, മഴങ്ങ് പെയ്ത് പെയ്ത് വല്ലാതെ പെയ്തു നബിയേ, ഞങ്ങൾക്ക് മഴ മതി, ഞങ്ങൾക്ക് മഴ മതി. ഇനി മഴ പെയ്താൽ ഞങ്ങളുടെ വീടുകൾ കുത്തിയൊലിച്ചു പോകും, ഇനി മഴ പെയ്താൽ വെള്ളപ്പൊക്കമാകും നബിയേ, അള്ളാഹുവിനോട് നിർത്താൻ പറയണേ. മദീന പള്ളിയുടെ മിമ്പറിൽ തന്നെയാണ് റസൂലുള്ളാഹി തങ്ങളപ്പോൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ആകാശത്തൊരു വട്ടം വരച്ചു. അല്ലാഹുമ്മ ഹവാലൈനാ വലാ അലൈനാ, അല്ലാഹുമ്മ അലൽ ആകാമി വൽ ജിബാലി വദ്ദിറാബി വബുതൂനിൽ ഔദിയതി വമനാബിതിശ് ശജർ. എവിടേക്കാണോ ആ വിരൽ കൊണ്ട് നബി തങ്ങൾ വട്ടം തീർത്തത്, ആ വട്ടം മാത്രം ഒഴിവായി അതിൻ്റെ ചുറ്റുവട്ടങ്ങളിലേക്ക് മേഘം പോകുന്നതും മഴ നീങ്ങുന്നതും സ്വഹാബിമാർ കണ്ടുവന്ന് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. വളരെ സ്വഹീഹായ പ്രബലമായ ഹദീസുകളാണിതൊക്കെ. ഈ സംഭവങ്ങൾക്ക് മുഴുവനും സാക്ഷികളാകുന്ന ഒരു സമൂഹത്തിൻ്റെ ഈമാൻ എത്ര വലുതായിരിക്കും ആലോചിച്ച് നോക്കൂ. മദീന പള്ളിയിൽ അവിടുന്ന് ചാരി നിന്നിരുന്ന ജിദ്ഉൻ നഖ്ല, ഈത്തപ്പനയുടെ തടി, ആ തടിയിൽ ചാരി നിന്നുകൊണ്ടായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുതുബ നിർവഹിക്കാറുണ്ടായിരുന്നത്. എന്നാൽ അൻസ്വാരികളിൽപ്പെട്ട ഒരു ഉമ്മ, അവരുടെ മകൻ ആശാരിപ്പണി അറിയുന്ന മോനാണ്, ഹബീബിനോട് വന്ന് പറഞ്ഞില്ലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയേ അങ്ങ് സമ്മതം തരികയാണെങ്കിൽ ഒരു മിമ്പർ അങ്ങേക്ക് വേണ്ടി ഖുതുബ നിർവഹിക്കാൻ കയറി നിൽക്കാൻ പറ്റുന്ന 3 സ്റ്റെപ്പുകളുള്ള ഒരു മിമ്പർ ഞാൻ എൻ്റെ മോനോട് പറഞ്ഞു ഉണ്ടാക്കി തരട്ടെയോ? ആ മിമ്പർ ഉണ്ടാക്കി കൊണ്ടുവന്ന് മദീന പള്ളിയിൽ സ്ഥാപിക്കുകയും മുമ്പുണ്ടായിരുന്ന അവിടുന്ന് ചാരി നിന്നിരുന്ന ഈത്തപ്പനയുടെ തടി ജിദ്ഉൻ നഖ്ല എന്നാണ് പറയാ. ഈ ഹദീസ് പറയുമ്പോൾ മഹാനായ ഹസനുൽ ബസ്രി തങ്ങൾ പൊട്ടിക്കരയുമായിരുന്നു. ഖുതുബ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പള്ളിയുടെ പുറത്ത് ചാരി വെച്ച ആ മരത്തടിയുടെ ഉള്ളിൽ നിന്ന് കരച്ചിലിൻ്റെ ശബ്ദം കേട്ടത് പ്രവാചകർ തങ്ങളുടെ മുഅ്ജിസത്തായിരുന്നു. മുഅ്ജിസത്ത് സ്വഹാബിമാർ മുഴുവനും കേട്ടു. ഒരു പിഞ്ചു പൈതൽ തേങ്ങി തേങ്ങി കരയുന്ന പോലെ. ആരാണ് ഈ കരയുന്നത്? നിസ്കാരം കഴിയുന്നവരെ കാത്തിരുന്നു. നിസ്കാരം കഴിഞ്ഞതിന് ശേഷം നോക്കുമ്പോൾ ഹബീബായ നബി തങ്ങൾ പള്ളിയുടെ പുറത്ത് ചെന്ന് നോക്കുമ്പോൾ ആ പുറത്ത് ചാരി വെച്ച ഈത്തപ്പന തടിയിൽ നിന്നാണ് ഒരു പൈതലിൻ്റെ കരച്ചിൽ പോലത്തെ കരച്ചിൽ കേട്ടത്. മുതവാത്തിറായ ഹദീസ് എന്നതിനെ സംബന്ധിച്ച് പറയാം. മുതവാത്തിറായ ഹദീസ് ഒരു നിലക്കും നിഷേധിക്കാൻ കഴിയാത്ത അത്രയും വളരെ പ്രബലമായി ഒരു ആയിരക്കണക്കിന് ആളുകൾ ഒരുമിച്ച് തലമുറകളിലേക്ക് കൈമാറിയ ഹദീസാണിത്. ജിദ്ഉൻ നഖ്ല, ഈത്തപ്പനയുടെ തടിയുടെ ഹദീസ് എന്നാ പറയാ. ആ ഈത്തപ്പന തടിയെ പുണ്യനബി കൈകൊണ്ട് തലോടുകയും എന്തൊക്കെയോ അതിനോട് പറയുകയും ചെയ്തപ്പോൾ ഹദഅത്, അതിൻ്റെ കരച്ചിൽ നിർത്തി. എന്നിട്ട് തങ്ങൾ മദീന പള്ളിയുടെ മുൻവശത്ത് ആ ഈത്തപ്പനയുടെ തടിയെ മറവ് ചെയ്യാൻ പറഞ്ഞു. അവർ ചോദിച്ചു, യാ റസൂലല്ലാഹ്, നബിയേ ആ മരത്തടിയോട് എന്താണങ്ങ് പറഞ്ഞത്? തങ്ങൾ പറഞ്ഞു, നീ എൻ്റെ കൂടെ നാളെ സ്വർഗത്തിലേക്ക് വരാൻ ഇഷ്ടപ്പെടുന്നില്ലയോ? നീ ശാന്തമാവ്, കരയല്ലേ എന്ന് പറഞ്ഞു. അപ്പോഴാണത് കരച്ചിൽ നിർത്തിയത്. ഹസനുൽ ബസ്രി തങ്ങൾ ഹദീസ് പറഞ്ഞുകൊണ്ട് പറയും, ഹാദൽ ജിദ്അ, ഈ ഈത്തപ്പന തടിയാണിത് കരയുന്നത്. ഹബീബിൻ്റെ പേര് കേൾക്കുമ്പോൾ, ഹബീബിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ, ഹബീബിൻ്റെ സ്പർശനം കിട്ടാതെ പോയപ്പോൾ, അങ്ങനെയാണെങ്കിൽ മജ്ജയും മാംസവും ബുദ്ധിയും തലച്ചോറുമുള്ള മുഅ്മിനീങ്ങളായ ആളുകൾ ഹബീബിനെയോർത്ത് എത്ര കരയേണ്ടവരാണ്, എത്ര കരയേണ്ടവരാണ്. ഒരു മരത്തിനിങ്ങനെ സങ്കടമുണ്ടെങ്കിൽ ഹബീബിനെയോർത്ത് നമ്മൾ എത്ര സ്നേഹിക്കേണ്ടവരാണ് എന്ന് ഹസനുൽ ബസ്രി തങ്ങൾ പറയുമായിരുന്നു റളിയല്ലാഹു അൻഹു. അവിടുത്തെ പരിശുദ്ധമായ വിയർപ്പിന് സുഗന്ധമായിരുന്നു.
സുഗന്ധമായിരുന്നു, സുഗന്ധം കസ്തൂരിയേക്കാൾ സുഗന്ധമായിരുന്നു ഹബീബിന്റെ വിയർപ്പിനെന്ന് സ്വഹാബിമാർ റിപ്പോർട്ട് ചെയ്തത് സ്വഹീഹുൽ ബുഖാരിയിലില്ലേ, സ്വഹാഹു സിത്തയിലില്ലേ, സ്വഹീഹ് മുസ്ലിമിനില്ലേ, എല്ലാ ഹദീസിന്റെ പണ്ഡിതന്മാർ ഉദ്ധരിച്ചിട്ടില്ലേ. അവിടുത്തെ വിയർപ്പിന് സുഗന്ധമായിരുന്നു, സുഗന്ധമാണ് ഹബീബിന്റെ വിയർപ്പ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ പരിശുദ്ധമായ കൈ തണുപ്പായിരുന്നു, മൃദുലമായിരുന്നു. ഇന്നി ലഅജിദു ബർദ യദി റസൂലില്ലാഹി ഫീ സ്വദ്രി. 16-17 കൊല്ലം കഴിഞ്ഞിട്ട് അംറു ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ഈജിപ്തിന്റെ ഭരണാധികാരിയായിരുന്ന, ഈജിപ്തിലേക്ക് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലേക്ക് ദീനിന്റെ വെളിച്ചവുമായി കടന്നു ചെന്ന സ്വഹാബി, മസ്ജിദ് അംറു ഇബ്നുൽ ആസ് എന്ന് ഇന്നും ഖൈറോവിൽ കാണുന്ന പള്ളിയുണ്ട്, മഹാൻ മദീനത്തുൽ ഫുസ്താത്തിൽ സ്ഥാപിച്ച ആദ്യകാല പള്ളിയായിരുന്നു അത്. ആ സ്വഹാബി വഫാത്താകാൻ കിടക്കുമ്പോൾ പറയുന്നുണ്ട്, ഈമാൻ സ്വീകരിച്ചപ്പോ, ഹബീബിന്റെ അരികത്ത് ചെന്ന് ഇസ്ലാം സ്വീകരിച്ചപ്പോ എൻ്റെ ദേഹത്ത് കുപ്പായമില്ലായിരുന്നു. ഹബീബായ നബി അവിടുത്തെ മിനുമിനുത്ത കയ്യ്, തണുപ്പുള്ള കയ്യ്, ആ കൈ എൻ്റെ നെഞ്ചിൽ വെച്ചുകൊണ്ട് എനിക്കൊരു അടി തന്നിരുന്നു. ആ കൈസ്പർശത്തിൻ്റെ തണുപ്പ് ഞാൻ ഇപ്പോഴും അനുഭവിക്കുന്നുണ്ട്. ആ കയ്യിൻ്റെ തണുപ്പ് ഞാൻ ഇപ്പോഴും, ഇന്നി ലഅജിദു ബർദ യദൈഹി ഫീ സ്വദ്രി, എൻ്റെ നെഞ്ചിൽ ഞാൻ ഇപ്പോഴും ഹബീബിൻ്റെ അന്നത്തെ കയ്യിൻ്റെ സ്പർശത്തിൻ്റെ തണുപ്പ് എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. അതാണ് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് കുടിച്ച് ബാക്കി വെച്ച വെള്ളം, അവിടുന്ന് എവിടെ നിന്നാണോ ചുണ്ട് വെച്ച് കുടിച്ചത്, ആ സാദാ വെള്ളത്തിന് തേനിൻ്റെ മധുരമുണ്ടായിരുന്നുവെന്ന് സ്വഹാബിമാരുടെ റിവായത്തുകളിൽ കാണാൻ കഴിയും. അവിടുന്ന് വെള്ളം ആവശ്യമായി വന്നപ്പോൾ, യാത്രയിൽ വെള്ളം തീർന്നു പോയപ്പോൾ സ്വഹാബിമാരോട് മുഴുവൻ അവരുടെ കയ്യിൽ ബാക്കിയുള്ള വെള്ളം ഒരു തോൽപാത്രത്തിൽ ഒഴിക്കാൻ പറയുകയും പരിശുദ്ധമായ ഷറഫാക്കപ്പെട്ട ഹബീബിൻ്റെ വിരലങ്ങ് വെച്ചു കൊടുത്തപ്പോൾ ഹബീബിൻ്റെ വിരലിനിടയിലൂടെ വെള്ളം മണ പൊട്ടിയൊഴുകി വന്നത് ഹബീബിൻ്റെ മുഅ്ജിസത്ത് കണ്ണുകൊണ്ട് കണ്ടവരാണ് സ്വഹാബിമാർ. ഖന്തഖ് യുദ്ധം നടക്കുമ്പോൾ പട്ടിണി കൊണ്ട് സ്വഹാബിമാരെല്ലാം വയറ്റത്ത് ഭാരം കിട്ടാൻ വേണ്ടി ഒരു കല്ല് വെച്ച് കെട്ടിയപ്പോൾ 2 കല്ല് വെച്ച് കെട്ടിയ ഹബീബാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വശദ്ദ മിൻ സഗബിൻ أحشاءه وطوى تحت الحجارة كشحا مترف الأدم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ജാബിർ ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു ഹബീബിന് വിരുന്നൊരുക്കിയല്ലോ. ഖന്തക്കിന്റെ മലമുകളിൽ 5 ആൾക്ക് ഭക്ഷണം കൊടുത്തു, 5 ആൾക്ക് ഭക്ഷണം ഒരുക്കി വെച്ചു. 300-ലേറെ സ്വഹാബിമാർ ജാബിർ തങ്ങളുടെ വീട്ടിലേക്ക് വന്ന കഥ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ആ ഭക്ഷണം തികയില്ല എന്ന് വിചാരിച്ച് പേടിച്ചു പോയ ജാബിർ എന്നവരും ഭാര്യയും, ജാബിറെ നിങ്ങൾ കറി വെച്ച പാത്രം എവിടെ, ഒന്ന് കൊണ്ടുവരൂ. അവിടുത്തെ പരിശുദ്ധമായ ഉമിനീർ, അതിന് സുഗന്ധമാണ്, അതിന് മധുരമാണ്. ആ ഉമിനീർ, പരിശുദ്ധമായ ഉമിനീർ ജാബിർ തങ്ങൾ വെച്ച ഭക്ഷണത്തിലേക്ക് നബി തങ്ങളാക്കി കൊടുത്തു. അവിടുന്ന് ആ പരിശുദ്ധമായ ഉമിനീർ ഭക്ഷണത്തിലേക്ക് എത്തിയത് കാരണം വിളമ്പാൻ പറഞ്ഞു. 300 പേരും തിന്നു കഴിഞ്ഞതിന് ശേഷവും ആ ഭക്ഷണം ബാക്കിയായി എന്ന് മാത്രമല്ല, ജാബിർ റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടുകാർക്കും എല്ലാ വന്ന ഗസ്റ്റിനും നിബിതങ്ങൾക്കും അവിടുത്തെ സ്വാഹിബൈനിക്കും സിദ്ദീഖ് എന്നവർക്കും ഉമർ എന്നവർക്കും എല്ലാവർക്കും എല്ലാവരും കഴിച്ചതിന് ശേഷവും ആ വീട്ടുകാർ വെച്ച ഭക്ഷണം അങ്ങനെ ബാക്കിയായി എന്നതിന് ഈ സ്വഹാബിമാർ സാക്ഷിയാണ്. ഒട്ടകം കരഞ്ഞുകൊണ്ട് വന്ന് എൻ്റെ അധികാരിയായ എൻ്റെ മാസ്റ്റർ, മദീനക്കാരനായ അൻസ്വാരിയായ ഒരു ചെറുപ്പക്കാരൻ, നബിയേ എനിക്ക് നേരത്ത് ഭക്ഷണം തരുന്നില്ല പ്രവാചകരെ, എന്നെ വിശപ്പ് സഹിപ്പിക്കുന്നുണ്ട്, എന്നെ കൊണ്ട് എടുക്കാൻ പറ്റാത്ത ജോലി എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ട് നബിയേ എന്ന് ആ ഒട്ടകം കണ്ണുനീര് വാർത്ത് ഒരു ഈത്തപ്പന തോട്ടത്തിലേക്ക് കയറി ചെന്ന് നബിയോട് പരാതി പറഞ്ഞത് അഷ്റഫുൽ ഖൽഖിന്റെ സ്വഹാബിമാർ സാക്ഷിയാണ്. മൻ സ്വാഹിബു ഹാദൽ ഇബിൽ,